വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ FZ വെർഷൻ 2-ലെ സ്പീഡോമീറ്ററിൻ്റെ സെൻസർ എങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നതാണ്. ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൽ എൻ്റെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത് റീഡിങ് കറക്റ്റ് അല്ല. അത് സ്പീഡോ സെൻസർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കേണ്ടത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്പീഡോ സെൻസറിൻ്റെ പ്ലഗ് നമ്മളെ ടാങ്കിൻ്റെ കറക്റ്റ് അടിയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോഡി മൊത്തമായിട്ട് അയക്കേണ്ടതായിട്ട് വരും. ടാങ്കും ഈ സൈഡ് പാനൽ മൊത്തം അയക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സീറ്റ് റിമൂവ് ചെയ്യുക. 2 സീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടീൻ്റെ സൈഡ് പാനൽ റിമൂവ് ചെയ്യുക. സൈഡ് പാനൽ റിമൂവ് ചെയ്യാൻ നമ്മൾ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് 2 സ്ക്രൂ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഈ ബോഡിക്ക് 2 ലോക്ക് ഉണ്ടാവും, ഫ്രണ്ടിലും ബാക്കിലും. ഒന്ന് ടാങ്കിൻ്റെ അടിയിലും ഒന്ന് ആ ബാക്കത്തെ പാനലിൻ്റെ അടിയിലുമായിട്ട്. ആ 2 ലോക്കും കൂടി കൊണ്ട് വേറെടുത്തിയാൽ സാധനം കയ്യിൽ പോരും. ടാങ്ക് അയക്കേണ്ടതിന് മുന്നായിട്ട് ഈ ഒരു പീസ് നമുക്ക് അയച്ചെടുക്കണം. അതിന് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് ആവശ്യം. 3 സ്ക്രൂ ഉണ്ടാവും. 3 സ്ക്രൂ അയച്ചാൽ പിന്നെ ഒരു ചെറിയൊരു റബ്ബറിൻ്റെ ലോക്ക് ഉണ്ടാവും, അത് ടാങ്ക് നമുക്ക്. അത് കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് അയക്കാൻ എല്ലങ്കി ആവശ്യമുണ്ട്. ഈ എല്ലങ്കിൻ്റെ സൈസ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ 4 സ്ക്രൂ ആണ് വരുന്നത്. ഈ 4 സ്ക്രൂ അയച്ചാൽ ഈ സ്ക്രൂവിൻ്റെ ഒക്കെ അടിയിലായിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ലോക്ക് ഉണ്ടാവും. പിന്നെ ഈ ഫ്രണ്ടിൽ അടിഭാഗത്തായിട്ട് ഒരു റബ്ബർ ലോക്ക് ഉണ്ടാവും. അത് സിമ്പിളായിട്ട് ഊരിപ്പോരും. ആ ടാങ്കും ഒരു ചെറിയൊരു റബ്ബറിനൊരു പൈപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഈ പെട്രോൾ അടിക്കുമ്പോൾ സൈഡിലൊക്കെ പെട്രോൾ പോയാൽ അത് താഴെ പോകാനുള്ള പൈപ്പാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് റൈറ്റും അയക്കണം. എന്താ വെച്ചാൽ ഇതിൻ്റെ വയർ ഈ ലെഫ്റ്റ് കൂടെ കയറിയിട്ട് റൈറ്റിലാണ് അതിൻ്റെ പിന്ന് വരുന്നത്. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം അയക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ. ആദ്യം ആ സൈഡ് പാനൽ റിമൂവ് ചെയ്യുക, പിന്നെ ആ ഫ്രണ്ടിലത്തെ ആ ചെറിയ പീസ് റിമൂവ് ചെയ്യുക, ടാങ്ക് റിമൂവ് ചെയ്യുക, ടാങ്കിൻ്റെ ഈ സൈഡ് പീസ്. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ സെൻസറിൻ്റെ പ്ലഗ് കാണാൻ പറ്റും. ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കുറച്ച് ചുറ്റി വളഞ്ഞ് പോയിട്ട് വണ്ടീൻ്റെ ലെഫ്റ്റ് കൂടി കയറിയിട്ട് പിന്നെ റൈറ്റിലാണ് അതിൻ്റെ പ്ലഗ് വരുന്നത്. അങ്ങനെ ആ പ്ലഗ് ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ വയർ പുറത്തെടുക്കുക. അടുത്തത് നമ്മളെ ഫ്രണ്ട് വീല് റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ നോർമലി ഒരു സിംഗിൾ നെട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളിലൊരു റോഡുണ്ട്, അതുകൊണ്ട് വലിച്ചൂരി എടുക്കുക. അപ്പോൾ ടയർ കൈ പോരും. അതിൽ ആ ലെഫ്റ്റിൽ നമ്മളാ ഡിസ്ക് വരുന്ന സൈഡിലാണ് ഇതിൻ്റെ സെൻസർ വരേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു സ്പേസർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഊരുമ്പോൾ അത് മിസ്സാവാതെ നോക്കണം. പിന്നെ ടയർ ഊരി എടുക്കുന്നതിന് മുന്നായിട്ട് വണ്ടീൻ്റെ അടിയിൽ ചെറിയ കല്ലെന്തെങ്കിലും വെച്ച് കൊടുക്കുക. അല്ലാഞ്ഞാൽ ചിലപ്പോൾ ഈ വണ്ടി കൊണ്ട് ഫ്രണ്ടിലേക്ക് വീഴും. ഫോർക്കൊക്കെ പോയി നിലത്ത് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഈ കാണുന്നതാണ് നമ്മളെ സെൻസർ. ഞാൻ ഇതും മറ്റേ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നോബുണ്ട്, അത് പൊട്ടിയിരുന്നു. ഞാൻ പുതിയത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പുതിയത് ഒറിജിനലിന് 670 രൂപയാണ് വരുന്നത്.
ഇനി അടുത്ത പരിപാടി എന്നുള്ളത് നമ്മൾ ഈ പുതിയ സെൻസർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഫ്രണ്ട് വീൽ ഊരി കഴിഞ്ഞതിൻ്റെ ശേഷം ആരും ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് നോക്കരുത് കേട്ടോ. അത് പിടിച്ചാൽ പിന്നെ നമുക്ക് ആ കാലിപ്പർ മൊത്തം അയച്ച് അതിൻ്റെ പിസ്റ്റണൊക്കെ അമർത്തി കുറേ റിസ്ക്കാണ് പിന്നെ ടയർ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് ആ സെൻസറിൻ്റെ വയർ നമ്മൾ പഴയ പോലെ തന്നെ എടുക്കുക. അത് അങ്ങനെ എടുത്തില്ലാണ്ടെങ്കിൽ ഇത് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. ഇത് ഒന്നായിട്ട് ഫ്രണ്ടിൽ തൂങ്ങി കിടക്കും. അപ്പോൾ ആ പഴയത് എങ്ങനെ കിടന്നിരുന്നു അതേപോലെ തന്നെ എടുത്തിട്ട് ആ പ്ലഗിൽ കുത്തി കൊടുക്കുക. അപ്പോൾ സെൻസർ റീപ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ചെറിയ പരിപാടിയാണ്, ഇതുള്ളൂ പരിപാടി. അപ്പോൾ അതിനായിട്ട് വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ടൂൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അങ്ങനെ അതിൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ് റീഡിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഈ റീഡിങ് മാറിയിട്ട് വരിക, അതുപോലെ തന്നെ ഈ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേഞ്ചൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഈ സെൻസർ പോയതുകൊണ്ടാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഇനി കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.